കാരയ്ക്ക മണ്ഡപത്തിൽ നടന്ന മേർഡർ. അമ്മയും കുഞ്ഞും മരണപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകം തന്നെയാണ് തീർച്ചയായിട്ടും. അയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അയാൾ കാരണമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആശാപ്രവർത്തകരും കൗൺസിലറും ഒക്കെ വന്ന സമയത്ത് അയാൾ കാണിച്ച നിസ്സഹകരണവും മോശവും ഒക്കെ എടുത്തു വെച്ചിട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അഭിപ്രായം പറയുന്നു. ഏതായാലും ന്യൂസ് ഏജൻസികൾക്കൊക്കെ ജാഗര. എനിക്കതാ മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഒരു എനിക്കും ഇതുപോലെ കുറേ അനുഭവങ്ങൾ ആ ഒരു ഏരിയയിൽ റിലേറ്റഡ് ആയിട്ടുണ്ട്. കളിയിക്ക വിളയിലായിരുന്നു എന്നെ വിവാഹം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം. അവിടെ തന്നെ ഇതേപോലെ കുറേ അധികം അനുഭവങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. മിക്കവാറും വീടുകളിൽ തന്നെ പ്രസവം നടത്താൻ അവർ നിർബന്ധിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. ഒരു 50 വർഷം പുറകിലോട്ട് സഞ്ചരിച്ചാൽ അവരാണ് അവിടുത്തെ മുസ്ലിംസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഒരു അതിപ്രസരം ആ ഒരു ഏരിയകളിലുണ്ട്. അത് തീർച്ചയായിട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. കാരയ്ക്ക മണ്ഡപം, വള്ളക്കടവ്, അവിടങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇതാണ്. ഭീമാപ്പള്ളി, ഈ ഏരിയയൊക്കെ ക്രൗഡിൽ ഇങ്ങനെ കുറേ അധികം വിഭാഗങ്ങളുണ്ട്. അതിഭീകരമായി എനിക്കിത് മനസ്സിലായത് എപ്പോഴെന്ന് പറഞ്ഞാൽ ഭീമാപ്പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ബാലരാമപുരം, അവിടെ തന്നെ ബാലരാമപുരത്തിൻ്റെ ഏകദേശം ആ ഒരു ഏരിയയിൽ തന്നെ ഒരു പെൺകുട്ടി ഇപ്പം മരണപ്പെട്ടിരുന്നു. ആസിഫ, പേര് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഇടയ്ക്ക് ഒരു നമ്മുടെ മുൻപ് ഇത് ഒരു 90 കാലഘട്ടങ്ങളിൽ കായംകുളത്ത് മാത്രമേ ഉണ്ടായിരുന്ന ഒരു അറബിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഇറ്റ്സ് ലൈക്ക് എ ബോഡി. പെൺകുട്ടികൾ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഹാഫിലാക്കുക. ഹാഫിലായ പെൺകുട്ടികൾക്ക് വിവാഹ കമ്പോളത്ത് നല്ല മാർക്കറ്റ്, നല്ല ഒരു ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം അത് ഇവിടേക്ക് വന്നു എന്നുള്ളത് എന്നെ ഷോക്ക് ആക്കുന്ന ഒരു വിഷയമായിരുന്നു. കാരണം നമുക്ക് അങ്ങ് വടക്കോട്ടൊക്കെ തന്നെ കൂടുതൽ ഭയങ്കരമായ ഒരു ജാതീയ ബോധം അല്ലെങ്കിൽ ഒരു എന്താ പറയണേ മതബോധം കൂടുതലുള്ള ഒരു വിഭാഗമായിരുന്നു. അത് തിരുവനന്തപുരം സൈഡുകൾ, പ്രത്യേകിച്ച് തെക്കോട്ടുള്ളവർക്ക് വളരെ കുറവായിരുന്നു. ഇലിമിൻ്റെ വെട്ടം കുറവെന്ന് തന്നെ വടക്കോട്ടുള്ളവർ പറയുന്ന ഒരു ടേം നമ്മുടെ ഇടയിലുണ്ട്. അതിപ്പോൾ മാറി മറിഞ്ഞിട്ട് ഈ ഒരിടത്തും ഇതുപോലെ ഒരേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് തെളിവാണ്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പെൺകുട്ടികളുടെ വജൈനയിൽ നിന്നൊരു ക്ലിറ്റോറിയസ് മുറിച്ച് കളയുന്ന ഒരു രീതിയുണ്ട്. ആൺകുട്ടികൾക്ക് ചെയ്യുന്ന അതേ സുന്നത്ത് പെൺകുട്ടികൾക്ക് ചെയ്യുന്ന ഒരു ഗോത്രീയ ആചാരം തിരുവനന്തപുരത്ത് നിന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. റീസെൻ്റ്ലി ഒരു ഡിവോഴ്സ് നടന്നതും ഒരു പെൺകുട്ടി അവളുടെ സ്വന്തം മകളെ ഇതുപോലെ ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയതിൻ്റെ പേരിലാണ് ആ കുട്ടി വിവാഹമോചനം നടത്തിയെന്ന് പറയുന്നു. ഈ ഗോത്രീയത നിറഞ്ഞ ഇസ്ലാമിയത്ത്, അതായത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഭയങ്കര ഭീകരമായി ഈ ഒരു സംഗതിയെ ഭയങ്കരമായിട്ട് എടുത്ത് ആ ഗോത്രീയതയെ മാത്രം അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്. അത് കാരണം മൊത്തം ഇസ്ലാമിനെ ഏറെ കയറ്റുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ഈ വാർത്തയുടെയൊക്കെ താഴെ കണ്ടത് ഗോത്രകാല ജീവി എന്നുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജസ് കണ്ടിരുന്നു. ആൻഡ് ദെൻ ഇസ്ലാമിനെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. അവിടെയുള്ള ഇസ്ലാമിയർ എന്ന് പറയുന്ന ഒരു വിഭാഗം പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഫോർവേഡഡ് ആണ്. ഒരു കാരണവശാലും ഇത്രയധികം ഗോത്രീയത ഇൻജക്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യരുമല്ല. പക്ഷെ അതിന് ഒരു പ്രത്യേക മുജാഹിദ്, ജമാഅത്ത്, ഇങ്ങനെയുള്ള കുറേ കാറ്റഗറി ഈ റീസെൻ്റ്ലി അവിടെ ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ 96-97 കാലഘട്ടത്തിലാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ പർദ എന്നൊരു സംഗതി കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇടിച്ചു കയറി വന്നത്. കൊല്ലം സൈഡിലൊക്കെ മുജാഹിദാണത്. ഇത് രണ്ട് കാറ്റഗറിയാണോ ഒന്നാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെയൊക്കെ ബാല്യകാലഘട്ടങ്ങളിൽ ഇസ്ലാം എന്ന് മാത്രമേ എനിക്ക് അറിയുമുണ്ടായിരുന്നുള്ളൂ. ഇസ്ലാം, മുസ്ലിം, അതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി മുജാഹിദ്, സുന്നി, അത് ഇത് എന്നാൽ കാറ്റഗറി വന്നിട്ട് പല വിഭാഗങ്ങളാണുള്ളത്. ഇപ്പോൾ ഈ പ്രസ്തുത വ്യക്തി ഒരു കാരണവശാലും ഒരു മതവാദിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മതത്തിനെ വളച്ചൊടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. 4 പ്രസവം, 4ാമത്തെ പ്രസവത്തിലാണ് ഈ പെൺകുട്ടി മരണപ്പെടുന്നത്. 3 പ്രസവങ്ങളും സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അയാൾ ഒരു തീവ്ര മത ബോധമുള്ളവനാണ്. ഈ 3 പ്രസവം സിസേറിയൻ ചെയ്യത്തില്ല. ഈ പെൺകുട്ടിയെ മരിക്കാൻ വേണ്ടി തന്നെ വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ആദ്യ ഭാര്യ കൂടെ കൂട്ടുനിന്നു എന്നുള്ളത് വ്യക്തം. ഈ ആദ്യ ഭാര്യയുടെ മകളെ പഠിക്കാൻ വിട്ടിട്ടുണ്ട്. ആ പെൺകുട്ടി പഠിക്കുന്നത് ഈ പറയുന്ന സ്പെസിഫിക് സാധനമാണ്, അതൊന്ന് പരീക്ഷിച്ചതാണ് എന്നൊക്കെയാണ് മൊത്തത്തിൽ ഒന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? അയാളുടെ മൂത്ത ഭാര്യയിലുള്ള കുട്ടിയെ അയാൾ പഠിക്കാൻ വിടുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടിയെ പഠിക്കാൻ വിടുന്നുണ്ട്. ഇസ്ലാമിയത്ത് തലേ കയറിയ ഭ്രാന്ത് പിടിച്ചവൻ ഒരിക്കലും പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. അവൻ പക്ഷേ 2ാമത്തെ ഭാര്യയെ ഇസ്ലാമിയത്ത് പ്രകാരം തന്നെയാണ് വെച്ചിരുന്നത്. 2ാമതൊരു ഭാര്യ ആദ്യ ഭാര്യയുടെ സമ്മതത്തോടു കൂടി കൊണ്ടുവരികയും അവൾക്ക് കുഞ്ഞുങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിയത്ത് അവൻ പ്രാക്ടീസ് ചെയ്തത് 2ാമത്തെ ഭാര്യയിലാണ് എന്ന് സ്പഷ്ടം. ആ പെൺകുട്ടിയുടെ അറിവില്ലായ്മയും അവരുടെ കുടുംബത്തിലെ ആ ഒരു ദാരിദ്ര്യമോ ഒക്കെ അവൻ മിസ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു ആവശ്യകത ഞാൻ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കാണുന്ന കുറേയധികം യൂട്യൂബേഴ്സ് ഫൈറ്റിൻ്റെ ഇടയിലുള്ള ഒരു കഥയും നിങ്ങൾ കണ്ടതാണ്. ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ആ ഭാര്യയുടെ സമ്മതമില്ല മറ്റൊരുത്തി വിവാഹം കഴിച്ചു കൊണ്ടുവരിക, വിവാഹം എന്ന രീതി രജിസ്റ്റർ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ
കൃത്യമായി പറഞ്ഞാൽ ക്രൈമാണ്. ഈ ക്രൈമുകൾക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കാൻ ആദ്യ ഭാര്യ തയ്യാറ് പോലും ആകുന്നില്ല. എന്തുകൊണ്ടാണ്? അത് സാരമില്ല, എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാൽ മതി, എൻ്റെ ഭാഗം കഴിഞ്ഞു, ഇനി അയാൾക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കണമെങ്കിൽ ആയിക്കോട്ടെ എന്ന ടേമിലേക്ക് ഈ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അതിന് സമ്മതം കൊടുക്കുന്നതും അവരുടെ ഉള്ളിലുള്ള ജാതീയ ബോധമാണ്, അതായത് മതബോധം. ഈ മതബോധമാണ് ഡേഞ്ചർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെ തീവ്രമായി കളിയിക്കവിള തൊട്ടിട്ടുള്ള ആ ഒരു ഏരിയകളിൽ ഭയങ്കരമായിട്ടുണ്ട്, ഭീകരമായിട്ടുമുണ്ട് എന്നുള്ളതാണ് ഞാൻ കൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ വ്യാജ ഡോക്ടേഴ്സുമാരുടെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ നിന്ന് എടുക്കാം. ഗവൺമെൻറ് തലങ്ങളിൽ നിന്ന് കൃത്യമായ ഇടപെടലുകളില്ലാതെ, സർട്ടിഫൈഡ് ഇതില്ലാതെ ഇതുപോലുള്ള സാധനങ്ങൾ നടത്തുന്നത് നിർബന്ധമായും നിരോധിക്കപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, മുക്കിന് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, വൈദ്യന്മാരുണ്ട്. ഇതിനൊന്നും ഒരു ഇതുവരെയുമില്ല. പാറശാല കേന്ദ്രീകരിച്ച് ഒരു വലിയ ഹോസ്പിറ്റൽ തന്നെയുണ്ട്. അതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഞാൻ അവിടെ ചികിത്സയ്ക്ക് പോയിരുന്നു. ആൻഡ് ദെൻ ഫസ്റ്റ് വെരി ബിഗിനിങ്ങിൽ തന്നെ അവരുടെ ചികിത്സാ പിഴവ് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് മാറുമ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ അയാൾക്ക്, ഈ പറയുന്ന വൈദ്യന്, യാതൊരു രീതിയിലുള്ള സർട്ടിഫൈഡ് കോഴ്സ് ചെയ്തതായിട്ടില്ല. അയാളുടെ ഭാര്യയ്ക്കാണ് ഈ പറയുന്ന BDMS എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത്. ആ ഭാര്യ അവിടെ ആക്റ്റീവുമല്ല. അവരുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അയാൾ നടത്തുന്ന ഒരു സ്ഥാപനം, അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രാജുവലി നമുക്കൊന്നും ചെയ്യാനാകത്തില്ല. ഈസ് ഓൾസോ ഹാവിങ് എ സർട്ടിഫിക്കറ്റ്. ആൻഡ് അവരുടെ വൈഫ് രാവിലെ പ്രതിമയെ പോലെ അവിടെ വന്നിരിക്കാറുണ്ട്. ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മാർക്ക് നിർദ്ദേശിക്കാറില്ല സ്ത്രീ, പക്ഷേ ഹസ്ബൻഡാണ് വൈദ്യൻ. അപ്പോൾ അയാളുടെ ആ വൈദ്യൻ എന്നുള്ള ആ ഒരു ടേമിനെ ഡെവലപ്പ് ചെയ്യാൻ ഈ ഭാര്യയെ അയാൾ ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യം. ഇതേപോലെ തന്നെയാണ് മറ്റ് ഈ പറയുന്ന രീതിയിലുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന അരാജകത്വങ്ങൾ. എൻ്റെ വിവാഹത്തിന് ശേഷം അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഞാൻ ആദ്യം മനസ്സിലാക്കിയത്, എറയത്ത് കൂടെ, ഐ മീൻസ് മെയിൻ ഹാളിൽ കൂടെ എൻട്രി അന്നത്തെ ദിവസം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെയൊക്കെ തന്നെ അടുക്കള വശത്തു കൂടെയുള്ള ഒരു പിന്നെ നമ്മുടെ കാറിലേക്ക് വരാനുള്ള ഒരു പാസേജ് ഉണ്ട്, അതുവഴി വരിക എന്നതിനപ്പുറം ഈ ഹാളിൽ കൂടെയുള്ള എൻട്രി പോലും സ്ത്രീകൾക്ക് നിഷിദ്ധമായിരുന്നു അന്നത്തെ കാലം. 95-ലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഒരു അസമത്വം ഞാൻ അവിടെ മനസ്സിലാക്കിയിരുന്നു. ആൻഡ് ദെൻ മറ്റുള്ള വീടുകളിൽ വിരുന്നിനൊക്കെ പോകുന്ന സമയത്തും സെയിം ടൈമായിരുന്നു അവിടെ. ആണുങ്ങൾക്ക് ഹാളിൽ കൂടെ കയറാൻ, പെണ്ണുങ്ങൾ അപ്പുറത്തൂടെ പോയി കയറും എന്നൊരു ടൈമായിരുന്നു. അപ്പം ഒരുപാട് രീതികളിൽ 50 വർഷം പിന്നോട്ട് സഞ്ചരിച്ച മനുഷ്യരുടെ ഇടയിലേക്കാണ് ഇതൊന്നുമല്ലാതെ ജീവിച്ച ഞാൻ പോയി ചേർന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതൊക്കെ തന്നെയായിരിക്കാം വിവാഹമോചനം എന്നൊരു രീതി, 4 മാസത്തെ വിവാഹം എന്ന രീതിയിൽ അത് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ആകേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചു. അല്ലാത്ത പക്ഷം ഇതിനേക്കാൾ ഭീകരമായ ഒരു അടിമയായി ഞാൻ അവിടെ തന്നെ തുടരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കും. ഇന്ന് കാലം മാറി, അവർ മറ്റൊരു വിവാഹം കഴിക്കുകയും അതിൽ കുട്ടികൾ ഉണ്ടാവുകയും ആ കുഞ്ഞുങ്ങളെയൊക്കെ പഠിക്കാൻ വിടുന്ന ഒരു ടീമുണ്ട്. വിചിന്തനങ്ങൾ വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു തന്നെ ആയാലും ഇങ്ങനെയൊരു ലെവൽ അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ചില വീടുകൾ ഒരു കാരാഗൃഹങ്ങളായി പെൺകുട്ടികൾക്ക് ആക്കി കൊടുക്കുകയും വിവാഹം കഴിഞ്ഞാൽ അവർ കുട്ടികളെ ഉണ്ടാക്കുക, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക, പിന്നെ അങ്ങോട്ട് മരിച്ചു പോവുക എന്നൊരു ടേമിൽ അവർ തന്നെ അവരെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വീടുകളിലേക്ക് ആളുകൾ പോകണം. ഭരണ സംവിധാനങ്ങൾ വീടുകളിലേക്ക് അന്വേഷണവുമായി ഇറങ്ങുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ പെൺകുട്ടിയെ പറ്റി അയൽപക്കക്കാർ പറഞ്ഞിരിക്കുന്നു, അവിടെ ആശാ വർക്കർ പോയി അന്വേഷിച്ചിരിക്കുന്നു, കൗൺസിലർ പോയി അന്വേഷിച്ചിരിക്കുന്നു, പോലീസ് വരെ അന്വേഷണം നടത്തിയിരിക്കുന്നു, പക്ഷേ ആക്ഷൻ ഉണ്ടായില്ല. ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത് ആ ഭർത്താവോ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയോ കുട്ടിയോ അല്ല, അവിടെയുള്ള ഭരണ സംവിധാനം, പ്രത്യേകിച്ച് ആ കൗൺസിലർ ഉൾപ്പെടെ അകത്താകേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ കർശനമായി അതിൽ ഇടപെടുകയും അതിന് ആക്ഷൻ എടുക്കുകയുമാണ് വേണ്ടത്. അല്ലാതെ മരണശേഷം പോയി നിന്നിട്ട് അയ്യോ ഇത് സംഭവിച്ചോ, പ്രശ്നമായോ എന്ന് പറയുന്നതിലല്ല അർത്ഥമുള്ളത്. കൂടുതൽ ന്യൂസ് കിട്ടിയിട്ടില്ല, കിട്ടിയത് ഇത്ര ന്യൂസേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യുന്നു. കൂടുതൽ ന്യൂസുമായി, കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ഇസ്ലാമിനെ ഏറിക്കയറ്റുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലീസ് അങ്ങനെയല്ല. ഞാനും തിരുവനന്തപുരം സ്വദേശിയാണ്. ഞങ്ങളുടെയൊന്നും കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യമില്ല. ഗോത്രീയത നിറഞ്ഞ കുറേയധികം മനുഷ്യർ ബാലരാമപുരം, ഈ പറയുന്ന കുറച്ച് സ്ഥലങ്ങൾ, ഭീമാപ്പള്ളി, കാരക്കാമണ്ഡപം, പാറശാല, കളിയിക്കവിള, ഇങ്ങനെയുള്ള ഏരിയകളിലുണ്ട്. ഫിനാൻഷ്യലി അവർ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുമായി അധികം ഇടപഴകേണ്ട ഒരു ആവശ്യകതയില്ല. ഫിനാൻസ് എങ്ങനെ വരുന്നതെന്നും എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഫിനാൻഷ്യലി സൗണ്ടായ വിദേശങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ക്രൗഡഡായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കുന്ന ഗോത്രീയ ജീവികൾ തന്നെയാണ് ഇവർ. ഇവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരുടെ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷനും ഇവരുടെ പെൺകുട്ടികൾക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കണം.
നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുവദിച്ചു നൽകുന്ന സമത്വം, അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളുടെയൊക്കെ ലംഘനങ്ങൾ കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഓരോ പെൺകുട്ടികൾക്കും ത്രാണി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ചുറ്റുമുള്ളവരുടെ അവകാശമാണ്, അവരുടെ അധികാരമാണ്. അത് ചെയ്യേണ്ട ബോധം അവർക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ഇത് ഖണ്ഡിക്കപ്പെടേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. സോ സബ്ജക്റ്റ് ടു ടോക്ക്. ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇതിനു വേണ്ടി ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയുമേ ഉള്ളൂ. വളരെയധികം വേദന തോന്നിയ ഒരു ഇൻസിഡൻറ്റ്. എന്തായാലും ആ കുട്ടി മരണപ്പെട്ടത് തന്നെ നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം പ്രസവ മെഷീനായിട്ട് ആ കുട്ടി ഇനിയും തുടർന്നാൽ ഇനിയും പ്രസവിക്കും, ഇനിയും ആകട്ടെ എന്ന് തന്നെ പറയും. 3 സിസേറിയൻ എന്ന് പറയുന്ന ഒരാളുടെ ലൈഫിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ 4മതൊരു പ്രസവവും അത് സിസേറിയൻ തന്നെ ആയിക്കഴിഞ്ഞാൽ അവർ പ്രസവം നിർത്തും ഓട്ടോമാറ്റിക്കലി. അതായിരിക്കണം അത്ര ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാനുള്ള കാരണം. അതിൽ ജാതീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മതമുണ്ട്. മതമനുസരിച്ചിട്ട് കുട്ടികളെ നിർത്തലാക്കുക, അതായത് പ്രസവം നിർത്തലാക്കുക എന്നൊരു വശമില്ല. അതുകൊണ്ടാണ് അവർ ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിക്കുന്നത്. പിന്നെ ഒരു 4 കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധിവരെ കുഞ്ഞായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളിലേക്ക് പോവുക അവരുടെ സെക്ഷൽ നീഡിനാണല്ലോ. പ്രജനനം എന്ന ഒരു സാധനം കൊണ്ട് സെക്സ് ചെയ്യുന്നത് ജീവികളാണ്, ജന്തുവർഗ്ഗങ്ങളാണ്. അതായത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നൊരു ടൈം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ സെക്സ് ചെയ്യുന്നത്. മനുഷ്യരങ്ങനെ അല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് മനുഷ്യഗണത്തിൽപ്പെടുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. സെക്സ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ളൊരു ഫോമല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ടത് പെൺകുട്ടികളാണ്. പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും വിചിന്തനം ഉണ്ടാകേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ വിവാഹം കഴിപ്പിച്ച് അയച്ചു കൊടുക്കുക, പിന്നെ നമ്മളുടെയൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവർ തന്നെയാണ് ഉലകം, അതിനകത്ത് ജീവിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ പ്രാരാബ്ദവും എൻ്റെ പ്രാരാബ്ദവും ഒക്കെ അങ്ങനെ ഒരു ആളിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ടേം മാറാതെ ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ പെൺകുട്ടി ഇത് പുറത്ത് പറയാനും പുറത്തേക്ക് വരാനും ഈ വയ്യാതെ നിന്നതിൻ്റെ റീസണായി പെൺകുട്ടി പറയണം, ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാണ്, ഞാൻ എന്തെങ്കിലും ഇതിനെതിരെ പറഞ്ഞാൽ എന്നെ അദ്ദേഹം ഉപേക്ഷിക്കും, ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും, അവരുടെ ചിലവ് കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് അയാൾ ജയിച്ചു. ഈ ചിന്താഗതിക്കെതിരെ നീങ്ങണമെന്ന് തന്നെയാണ് ഞാൻ കാലങ്ങളായി പറയുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും വരുമാന മാർഗവും ഉണ്ടാകണം. എത്ര സമ്പത്തുള്ളവനായാലും എത്ര സമ്പാദിക്കുന്നവനായാലും നമ്മളുടെ കയ്യിൽ ഒരു സമ്പാദ്യം നിശ്ചയമായും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ നമ്മളെ വിട്ടുപോയാലും നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ബോധം നിങ്ങളിൽ ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ റേസപ്പ് ആകും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വസ്തുത. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ മാത്രമല്ല സ്വയം പര്യാപ്തത അനിവാര്യമാണ്. ഓരോ പെൺകുട്ടിയും അത് തിരിച്ചറിയുകയാണ് വേണ്ടത്. നമുക്ക് നേടാൻ കഴിയാത്ത നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കണം. പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നേടിക്കൊടുക്കേണ്ടത് സ്ത്രീധനമായിട്ട് ഒരു വലിയൊരു എമൗണ്ട് അല്ല കണ്ടെത്തി, കുറേ സ്വർണ്ണമല്ല, കുറേ പാത്രങ്ങളും ഡപ്പാക്കുറ്റികളുമല്ല. പെൺകുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവൾക്ക് പഠിച്ചൊരു ജോലി നേടാനുള്ള ത്രാണിയാക്കി കൊടുക്കുക. അതിനെ സ്ട്രോങ് ആയി നിന്ന് തനിക്കെതിരെ നടക്കുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ആ ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയുകയോ അഹങ്കാരമുണ്ടെന്ന് പറയുകയോ ചെയ്താൽ യെസ്, എൻ്റെ കുഞ്ഞിന് അഹങ്കാരം വേണമെന്ന് പറയുന്ന അമ്മമാരാണ് നാളെയുള്ള ആ കുട്ടികളുടെ സ്വസ്ഥ ജീവിതത്തിന് കൂട്ടായിട്ട് നിൽക്കുക. ദാറ്റ്സ് ഇറ്റ്. വീണ്ടും ഒരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. താങ്ക് യു.